ഗ്രാമീണതയുടെ ഗൃഹാതുരത്വം ഉണർത്തുന്ന വരികളിലൂടെ മലയാളികളെ തൻ്റെ ഓരോ പാട്ടിലേക്കും പിടിച്ചടിപ്പിച്ച പ്രശസ്ത ഗാനരചയിതാവ് ശ്രീ പൂവച്ചൽ ഖാദറാണ് ഇന്നത്തെ ഓണത്തോണിയിലൂടെ അദ്ദേഹത്തിൻ്റെ സംഗീത ജീവിതാനുഭവങ്ങളും രചനാനുഭവങ്ങളും ഒപ്പം ഓണസ്മരണകളും പങ്കുവയ്ക്കുന്നു. നമസ്കാരം സാർ. എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എടുത്ത വ്യക്തിയാണ്. ആ ഒരു പഠിക്കുന്ന കാലത്തിൽ കവിതകൾ എഴുതുമായിരുന്നു. ഒരു കവിതാ സമാഹാരം സാറിൻ്റെതായിട്ടുണ്ട്. പൈതൃകത്തിൻ്റെ ഒരു കൂട്ടുണ്ടായിരുന്നോ ഈ ഒരു സിദ്ധിക്ക്? പൈതൃകത്തിൻ്റെ കൂട്ട് ഡയറക്റ്റായിട്ട് ഇല്ലായിരുന്നു. പക്ഷെ ഈ എൻ്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുള്ളൊരിത് എന്തെന്ന് വെച്ചാൽ, അമ്മയുടെ അച്ഛൻ പിന്നെ ഈ വളരെ വലിയ പുസ്തകമൊക്കെ വായിച്ചിട്ട് അർത്ഥം പറഞ്ഞു കൊടുക്കുമായിരുന്നു എന്ന്. അപ്പോൾ അമ്മയുടെ അച്ഛനെ ഞാൻ കണ്ടിട്ടില്ല, പറഞ്ഞ് ഉള്ള അറിവാണ്. അപ്പോൾ ആ ഒരു ഇത് ചിലപ്പോൾ അദ്ദേഹം ഒരു പണ്ഡിതനായിരിക്കും എന്ന് തോന്നുന്നു. കാരണം തമിഴിലെ കൃതികളായിരുന്നു വായിച്ചിട്ട് അർത്ഥം പറഞ്ഞു കൊടുക്കും ഈ മക്കൾക്കൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു പാരമ്പര്യം കൊച്ചുമകനിലേക്ക് ചിലപ്പോൾ കിട്ടിയതായിരിക്കാം അല്ലെ? ഈ ഒരു കവിത്വമുള്ളൊരു മനസ്സുണ്ടെന്ന് തിരിച്ചറിഞ്ഞ വീട്ടുകാരാണോ സ്വന്തമായിട്ടാണോ, എങ്ങനെയാണ്? ആ ഒരു സ്വന്തമായിട്ടാണ്. അതിനുള്ളൊരു നിമിത്തം ഉണ്ടായിരുന്നു? സ്വന്തമായിട്ട് പിന്നെ ചെറുതിലെ വായിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ എഴുത്തുകാരോട്, കവികളോടും കഥാകൃത്തുക്കളോടും ഒക്കെ ഒരു വല്ലാത്തൊരു അഭിനിവേശം. നമ്മൾ അതേസമയം സിനിമ നടന്മാരോട് അങ്ങനെ, പക്ഷെ ഈ എഴുത്തുകാരോടൊരു വളരെ അതിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എൻ്റെ നാട്ടില് പാലാ നാരായണൻ നായർ പ്രസംഗിക്കാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ, അപ്പോൾ ഞാനന്ന് ഹൈസ്കൂളിൽ പഠിക്കുകയായിരുന്നു. അപ്പോൾ ഹൈസ്കൂളിൽ അവിടെ നിന്ന് ഒരു 7-8 കിലോമീറ്റർ ദൂരെയാണ്. പക്ഷെ ഇദ്ദേഹം വരുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വളരെ സ്പീഡിൽ നടന്നു ഈ മീറ്റിങ്ങിൽ ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അത് അങ്ങനെ ഒരു കവിതയോട് എന്ന് മാത്രമല്ല, എഴുത്തുകാരോടൊരു താല്പര്യം ഉണ്ടായിരുന്നു. ഈ കവിത എഴുതി തുടങ്ങിയതെന്ന് പറയുന്ന ഒരു നാട്ടിലൊരു കൈയെഴുത്ത് മാസികയ്ക്ക് വേണ്ടിയായിരുന്നു ആദ്യമായിട്ട്. അതെ, അതിനുണ്ടായ ഒരു പ്രേരണ എന്ന് പറയുന്നത് എൻ്റെ ഒരു അധ്യാപകൻ, ട്യൂഷൻ അധ്യാപകനായിരുന്നു വിശ്വേശ്വരൻ നായർ. അദ്ദേഹം പിന്നെ ആയിരുന്നു ഈ കൈയെഴുത്ത് മാസികയുടെ നടത്തിപ്പ്. അപ്പോൾ പുള്ളി എന്നോട് വളരെ താല്പര്യം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞ് ഈ കൈയെഴുത്ത് മാസികയ്ക്ക് നീ എന്തേലും എഴുതി തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനെന്താ എഴുതാം സാർ എന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല, നിനക്ക് എഴുതാൻ പറ്റും, കാരണം നീ വായിക്കുന്നുണ്ടല്ലോ, നീ എന്തെങ്കിലും വായിച്ചതിനെ കുറിച്ച് തന്നെ എഴുതിയാലും മതി. ഒന്നുമില്ല. അങ്ങനെ ഞാൻ ഒരു 2-3 ദിവസം തുടർച്ചയായിട്ട് ഇങ്ങനെ ഈ എഴുതാനുള്ള ഒരു ശ്രമം, ഒരു വെക്കേഷൻ സമയമായിരുന്നു. അപ്പോൾ ആ എഴുതാനുള്ള ഒരു ശ്രമത്തിൽ പെട്ടെന്ന് ഇങ്ങനെ മനസ്സിൽ ഒരു 2 വരി കവിതയാണ് വന്നത്. അപ്പോൾ ആ കവിത പകർത്തി, പിന്നെ എൻ്റെ ജ്യേഷ്ഠൻ അധ്യാപകനാണ്, അന്ന് അധ്യാപകനായിട്ടില്ല, അന്ന് അദ്ദേഹം ഇത് ട്രെയിനിങ്ങിന് പഠിക്കുകയായിരുന്നു. ആ പുള്ളിയെ കാണിച്ചപ്പോൾ ഇത് കൊള്ളാം, നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ സാറിനെ കാണിച്ചപ്പോൾ സാറ് വളരെ അപ്രീഷിയേറ്റ് ചെയ്ത് ഇത് ഈ കൈയെഴുത്ത് മാസികയിൽ പിന്നെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് അന്നത്തെ വളരെ പ്രസിദ്ധനായ കവി KC കട്ടാക്കട, അദ്ദേഹം വന്ന് പീരിയോഡിക്കൽസിലൊക്കെ എഴുതുന്ന, അദ്ദേഹം ഇത് കണ്ടിട്ട് ഇത് നന്നായിരിക്കുന്നു, ആരാ എഴുതിയെന്ന് അന്വേഷിച്ചു. അങ്ങനെ പുള്ളിയെ കാണാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ പുള്ളിയാണ് പിന്നെ നമ്മളൊരു ഗൈഡ്. കവിത എഴുത്തിൽ കൂടെ പിന്നെ എങ്ങനെയാണ് ഈ ഒരു സിനിമാ രംഗത്തേക്ക് കടന്നു വന്നത്? സിനിമാ രംഗത്തേക്ക് കടന്ന ഇപ്പൊ കവിതകള് ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ ധാരാളം കവിത എഴുതുമായിരുന്നു. ഈ പഠിക്കുന്ന കാലത്ത് തന്നെ പിന്നെ കവിതകൾ എഴുതുമായിരുന്നു. പിന്നെ ഈ ഡിപ്ലോമ കഴിഞ്ഞതിന് ശേഷം പിന്നെ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ ആയിരുന്നു പിന്നെ നമ്മുടെ വിദ്യാഭ്യാസം തുടർന്നു. ആ സമയത്ത് എല്ലാം തന്നെ ധാരാളം കവിതകൾ എഴുതിയിരുന്നു. അങ്ങനെയാണ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഞാൻ പഠിക്കുന്ന കാലത്താണ് ആകാശവാണിയിൽ ആദ്യമായി കവിത വായിക്കാൻ വരുന്നതിന് ഈ കോളേജിൽ നിന്നാണ് വരുന്നത്, യുവസാഹിതി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ആണ് പിന്നെ കോഴിക്കോടേക്കുള്ള നമ്മുടെ യാത്ര. അവിടെ നിന്നാണ് ഈ സിനിമാ രംഗത്തേക്ക് വരുന്നത്. അത് അവിടെ പിന്നെ അന്ന് ചന്ദ്രിക വീക്കിലി, പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ അന്നത്തെ കുറേ തുടക്കക്കാരെ എഴുത്തുകാർ, അതിലിപ്പോൾ പലരും പ്രസിദ്ധരാണ്. MN കാരശ്ശേരി, UK കുമാരൻ, പിന്നെ പൂനൂർ K കരുണാകരൻ. അതിൻ്റെ അന്ന് വീക്കിലി എഡിറ്റർ കാനേഷ് പൂനൂരായിരുന്നു. അപ്പോൾ പല എഴുത്തുകാരും, ഇപ്പോഴത്തെ പല എഴുത്തുകാരും അന്ന് എഴുതി തുടങ്ങുന്ന ഈ വീക്കിലിയിലായിരുന്നു
അന്ന് എഴുതിയിരുന്നു. അപ്പോൾ ഈ കാനിഷാണ് ശരിക്കും പറഞ്ഞാൽ എന്നെ സിനിമാ ഫീൽഡിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉള്ള അവസരം ഉണ്ടാക്കിയത്. അത് ഐ വി ശശി പുള്ളിയുടെ സുഹൃത്തായിരുന്നു. ഐ വി ശശി അന്ന് ഈ ചന്ദ്രയ്ക്ക് വേണ്ടി ചിത്രം വരയ്ക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ശശിയെ പരിചയപ്പെടുത്തുകയും ഖാദറിനെ ഏതെങ്കിലും ഒരു പടത്തിൽ ഉപയോഗിക്കണം. അന്ന് ആകാശവാണിയിൽ കോഴിക്കോട് നിലയത്തിൽ നിന്ന് ഗാനങ്ങൾ ബ്രോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുറേ ഗാനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുന്ന പാട്ടുകളായിരുന്നു. അപ്പോൾ അതിൽ ചില ശശിനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ കവിതയ്ക്ക് പുള്ളി എൻ്റെ കവിതയ്ക്ക് ചിത്രം വരച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഇതിലൂടെയാണ് കവിത എന്ന് പറയുന്ന ചിത്രത്തിൽ ഒരു നായിക കവയിത്രി ആണ്. അപ്പോൾ അവർ കവിത എഴുതുമ്പോൾ ഇതിങ്ങനെ അറ്റ്മോസ്ഫിയറിൽ ഈ കവിത കേൾക്കുന്ന മാതിരി. പിന്നെ അതിൻ്റെ ടൈറ്റിൽ ഒരു പാട്ടല്ല, കവിതയാണ്, പോയം ആയിരുന്നു. അപ്പോൾ ആ ടൈറ്റിൽ പോയം പാടിയത് ദാസേട്ടനായിരുന്നു, സംഗീതം രാഘവമാഷായിരുന്നു. അപ്പോൾ അതാണ് സിനിമയിലേക്ക് ഉണ്ടായ ആദ്യത്തെ കാൽവയ്പ്. ആദ്യം സിനിമയിലേക്ക് വന്നത് 1972 കവിത എന്നുള്ള സിനിമയിൽ കവിതയായിരുന്നു അല്ലെ. പിന്നീട് ഗാനരചനയിലേക്ക് അതെങ്ങനെയാണ് മാറിയത്? ഗാനരചനയിലേക്ക് വന്നത് അന്ന് ഐ വി ശശിയും പിന്നെ ഷെരീഫ് ആയിരുന്നു ഈ കവിതയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ. ഷെരീഫും അടുത്ത് വർക്ക് ചെയ്യുന്ന ഒരു പടം ഉണ്ടായിരുന്നു, നിറങ്ങൾ എന്ന് പറയുന്ന ഷെരീഫിന്റെ നോവലായിരുന്നു. ആ നോവൽ ഈ ചന്ദ്രിക വീക്കിലിയിലാണ് പ്രസിദ്ധീകരിച്ചു വന്നത്. അതാണ് ക്രിസ്ത്യൻ ആർട്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സെന്റർ എന്ന് പറഞ്ഞ് മദ്രാസിലെ ക്രിസ് ആർട്സ് എന്ന ബാനറിൽ അവരിത് പടം ആക്കി. അങ്ങനെ ആദ്യമായി പാട്ട് എഴുതുന്നത് ഈ കാറ്റ് വിതച്ച. പക്ഷെ വേറൊരു രസം എന്ന് പറഞ്ഞാല് ഞാൻ ഈ കവിത എന്ന് പറയുന്ന പടത്തിന് കവിത എഴുതാൻ വേണ്ടി മദ്രാസിൽ പോയി തിരിച്ച് കോഴിക്കോട് വരുമ്പോൾ ഞങ്ങളുടെയൊക്കെ ഒരു വെൽവിഷർ ആയിട്ടുള്ള വ്യക്തിയായിരുന്നു സലാം കാരശ്ശേരി. പുള്ളി നവധാര പ്രൊഡക്ഷൻസ്. പുള്ളി പിന്നെ പിന്നീട് പടം നിർമ്മാതാവും പിന്നെ അഭിനേതാവും ഒക്കെ ആയിട്ട് ഉണ്ടായിരുന്നു ഫീൽഡിൽ. ആ പുള്ളി നമ്മളോടുള്ള സ്വാതന്ത്ര്യം കൊണ്ട് തന്നെ പുള്ളിയുടെ ഒരു പടം അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ ആദ്യ പടം ചുഴി എന്ന് പറയുന്ന പടം. അതിൽ ബാബുക്കായിരുന്നു, ബാബുരാജായിരുന്നു മ്യൂസിക്. അപ്പോൾ അതിൽ ഗാനം ചെയ്താവായിട്ട് എൻ്റെ പേര് ഞാൻ കോഴിക്കോട് വന്നിറങ്ങുമ്പോൾ അതിൽ നിന്ന് ഈ ചുഴി എന്ന ചിത്രത്തിൽ നമ്മൾ ഗാനം ചെയ്താവാകുന്നതാണ്. പക്ഷേ ആദ്യം പാട്ട് എഴുതേണ്ടി വന്നത് ഈ കാറ്റ് വിതച്ച. സാറിന്റെ പാട്ടുകളിൽ കുറേ പാട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ പറഞ്ഞ പോലെ ഒരു ഗ്രാമങ്ങള് അതിന്റെ ഒരു നൈർമല്യം, അതിന്റെ ഒരു ലാളിത്യം, ഇവയെല്ലാം കാണാൻ സാധിക്കും. ഒരുപക്ഷെ സ്വന്തം ഗ്രാമം അത്രത്തോളം സ്വാധീനിച്ചത് കൊണ്ടാണോ വരികളിൽ അത് കടന്നുകൂടുന്നത്? സ്വന്തം ഗ്രാമം സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നെ പഠിക്കുന്ന കാലത്ത് ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിലായിരുന്നു. പിന്നെ ഞാൻ ഈ വലപ്പാട് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു പഠിച്ചിരുന്നത്. തൃപ്രയാർ ക്ഷേത്രം. ഇപ്പൊ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഈ തോണിയിലിരിക്കുമ്പോൾ അതാണ് ഓർമ്മ വരുന്നത്. കാരണം തൃപ്രയാർ പുഴയിൽ അപ്പോ പിന്നെ അത് കഴിഞ്ഞ് വർക്ക് ചെയ്തത് കോഴിക്കോടാണ്. അപ്പൊ കോഴിക്കോട് തന്നെ എല്ലാ ആളുകളും ഓഫീസിൽ വർക്ക് ചെയ്യാൻ താല്പര്യപ്പെട്ടപ്പോൾ ഞാൻ ഫീൽഡിൽ വർക്ക് ചെയ്യാനാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോഴെന്താന്ന് പറഞ്ഞാൽ മൈനറേഷൻ ആണ്. മൈനറേഷൻ എന്ന് പറയുന്നത് തോട്, ആറ്, വയല് ഒക്കെ ആയിട്ടുള്ള ബന്ധമാണ്. അപ്പൊ ഇങ്ങനെ ധാരാളം അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കോഴിക്കോടൻ ഗ്രാമങ്ങളിൽ പല സ്ഥലത്തും യാത്ര ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ അന്ന് വയനാട് ജില്ലയില്ല. അപ്പൊ ഈ വയനാട് വരെ ഈ കോഴിക്കോടിന്റെ ഇതിലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് വ്യത്യസ്തമായ ഈ സ്ഥലങ്ങളുടെ ഒരു കൾച്ചർ അത് ഉൾക്കൊള്ളാൻ സാധിച്ചത് കോഴിക്കോട് വർക്ക് ചെയ്യുമ്പോഴാണ്. സാർ പറഞ്ഞില്ലേ ഇപ്പം ഗ്രാമീണത തുളുമ്പുന്ന ഗാനങ്ങളുണ്ട്, മാപ്പിളപ്പാട്ടുകളുടെ കാര്യം പറഞ്ഞു. ഇത്തരം പാട്ടുകൾക്കിടയിൽ കൂടെ തന്നെ ആത്മീയപരമായ ഗാനങ്ങൾ, തത്വചിന്താപരമായ ഗാനങ്ങൾ, അതും സാറ് മോക്ഷമേതെന്നറിയാത്ത തീർത്ഥയാത്ര, ഘോഷയാത്രയിലെ പാട്ട്, ഘോഷയാത്ര രവീന്ദ്രമാഷിന്റെ സംഗീതത്തിൽ അല്ല ഘോഷയാത്ര SP വെങ്കടേഷ്. പിന്നെ രവിയേട്ടൻ്റെ ഇത് ഒരു വർഷം ഒരു മാസം കൂടുവെടിയും ലേഹിയകലും കൂടാരവാസി ഉറങ്ങും. പിന്നെ കായലും കയറും എന്ന പടത്തില് രാമായണത്തിലെ ദുഃഖം, ശാകുന്തളത്തിലെ ദുഃഖം. ഈ രണ്ടാമത്തെ പടം ആയിരുന്നു ചുഴി. അതായത് ആദ്യം കാറ്റ് വിതച്ചും രണ്ടാമത് ചുഴി. അതിൽ തന്നെ അക്കൽദാമയിൽ പാവം പേറിയ
ചോരത്തുള്ളിയിൽ വീണു, അതും ഒരു ഫിലോസഫിക്കൽ ടച്ചുള്ളതാണ്. കവിതയിൽ വരികൾ കുറിക്കുമ്പോൾ സാർ നമ്മൾ ഉദ്ദേശിക്കാത്ത ഒരു തലത്തിലേക്ക് അത് പിന്നീട് വായിച്ചു നോക്കുമ്പോൾ അത് സ്വന്തം സൃഷ്ടി അവനവനെ തന്നെ നമ്മൾ ഉദ്ദേശിക്കാത്ത ഒരു തലത്തിലേക്ക് കൊണ്ടുപോകാറുണ്ടോ? കൊണ്ടുപോകാറുണ്ട്. അതുമാത്രമല്ല, നമ്മൾ എഴുതുന്ന കാലത്ത് വളരെ ഗൗരവതരം അല്ലാതെ കണ്ടിട്ടുള്ള ചില കവിതകൾ പിൽക്കാലത്ത് നമുക്ക് വളരെ ഇതായിട്ട് തോന്നാം. ഒരു എഴുത്തുകാരന് കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടുന്നത് എന്തിലാണ്? അതായത് ഒരു സിറ്റുവേഷൻ പറഞ്ഞിട്ട് വരികൾ എഴുതാൻ പറയുന്നതാണ് സിനിമാ പാട്ടുകൾ. കവിത എന്ന് പറയുന്ന ആത്മാവിഷ്കാരമാണ്. നമുക്ക് സ്വാതന്ത്ര്യം കൂടുതലും സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് ഏതിലാണ്? കവിതയിലാണ്. കവിത എഴുതുമ്പോൾ തന്നെയാണ്. അതെ, അത് പിന്നെ നമ്മൾ ഗാനരംഗത്തേക്ക് വരുമ്പോൾ ഗാനത്തിന്റെ സന്ദർഭം ആദ്യം പറയുകയും അതിനനുസരിച്ച് നമ്മൾ എഴുതുകയും ചെയ്യുമ്പോഴുള്ള ഒരു ചട്ടക്കൂട് ഉണ്ടാവുമല്ലോ അല്ലേ? അത് രചനയെ ബാധിക്കൂലേ? അപ്പൊ പക്ഷെ രചനയെ അത് ബാധിക്കാറില്ല. കാരണം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നമ്മുടെ മനസ്സിൽ എന്താന്ന് പറഞ്ഞാൽ ഈ കഥാപാത്രങ്ങളാണ്. പക്ഷെ ഈ കഥാപാത്രങ്ങൾക്ക് ഒപ്പം സംഗീതവും കൂടെ വരുമ്പോഴാണ് നമ്മൾ തടവിലായി പോകുന്നത്. സംഗീതം നൽകിയിട്ട് വരികൾ ഒരു സംഗീതത്തിനാണ് പിന്നീട് ഇപ്പൊ നമ്മള് തുടക്കകാലത്ത് നമ്മൾ പാട്ട് എഴുതിയിട്ട് സംഗീതം നൽകിയിരുന്നുവെങ്കിലും പിന്നീട് കുറച്ച് ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ഇപ്പൊ ശ്യാം സാറുമായിട്ട് ചെയ്യുമ്പോഴായിരുന്നു ആദ്യമായിട്ട് സിനിമയില് ട്യൂൺ എഴുതേണ്ടി വരും. പിന്നീട് എഴുതിയിട്ടുള്ള ഒരു 90% സോങ്ങും ട്യൂണിനാണ് എഴുതിയിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ വളരെ ഹിറ്റായ പാട്ടുകൾ പലതും ഇപ്പൊ പൂമാനമേ, അനുരാഗിണി, അതെല്ലാം ട്യൂൺ എഴുതിയ പാട്ടുകൾ. ഒരുപാട് മനോഹരമായ വരികൾ നമുക്ക് നൽകിയ സാർ ഉൾപ്പെടെയുള്ള ഗാനരചയിതാക്കളുണ്ട്, സംഗീത സംവിധായകരുണ്ട്, എല്ലാം ഉണ്ട്. മലയാളികൾ ഇപ്പോഴും എടുക്കുന്ന 10 പാട്ടുകളിൽ ഒരുപക്ഷെ 7 ഇത്തരം രചയിതാക്കളുടെയും സംഗീത സംവിധായകരുടെയും ആയിരിക്കും. എങ്കിൽ പോലും ട്രെൻഡ് മാറി എന്നൊക്കെ പറഞ്ഞാലും മലയാളികളുടെ അഭിരുചിക്ക് ഇക്കാര്യത്തിൽ വലിയ മാറ്റം വന്നിട്ടില്ലാത്തതുകൊണ്ട് പുതുമുഖങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങൾ പലപ്പോഴും മനസ്സിൽ പതിഞ്ഞ ഗാനങ്ങൾ നൽകിയ, രചനകൾ നൽകിയ പ്രതിഭകൾക്ക് കിട്ടുന്നില്ല എന്നുള്ളത് വലിയൊരു കഷ്ടമല്ലേ? അതെ, എന്തുകൊണ്ടാണ് ആ ഒരു അതിന്റെ മനഃശാസ്ത്രം എന്താണ്? അതെ, ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞാല് ഈ ഫീലിംഗ് മേക്കിങ്ങിന്റെ ഒരു രീതി മാറി. അതായത് മുമ്പ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു അവസ്ഥ എന്തെന്ന് പറഞ്ഞാല്, മുമ്പ് ഇപ്പൊ ഈ ഡയറക്ടർ, പ്രൊഡ്യൂസർ, പിന്നെ ആക്ടേഴ്സ്, പിന്നെ ഇത് വർക്ക് ചെയ്യുന്ന എല്ലാവരുമായിട്ടൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. അപ്പോൾ പരസ്പരം എല്ലാവരും അറിയുകയും പരസ്പരം റെസ്പെക്ട് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ ഞാൻ നായകനാണെന്നോ മറ്റേ വലിപ്പച്ചെറുപ്പമില്ല. കാരണം എന്ന് പറഞ്ഞാൽ വലിപ്പച്ചെറുപ്പം എന്ന് പറയുന്നത് അവരുടെ ഇപ്പൊ ഈ സിനിമയിലെ സെപ്പറേറ്റ് ടൈറ്റിൽ എന്ന് പറയുന്ന കാറ്റഗറി ഉണ്ടല്ലോ. ഇപ്പൊ സെപ്പറേറ്റ് ടൈറ്റിൽ എന്ന് പറയുമ്പോൾ നായകൻ, നായിക, പിന്നെ കഥ, തിരക്കഥ, പിന്നെ ഗാനരചന, സംഗീത സംവിധാനം, ഇത് ഇത്രയും സെപ്പറേറ്റ് ടൈറ്റിൽസ്, ക്യാമറ, സംവിധാനം, ഇതൊക്കെ. അപ്പൊ ഈ സെപ്പറേറ്റ് ടൈറ്റിൽസ് എല്ലാം ഒരേ പിന്നെ തുല്യത അന്ന് ഉണ്ടായിരുന്നു ടൈറ്റിൽസ് ആർക്ക്. അപ്പോൾ ആ ഒരു കൂട്ടായ്മയും പരസ്പരം ചില ഡിസ്കഷനും ഒക്കെ അന്ന് സഹായം ചെയ്തിരുന്നു. പിന്നെ അപ്പൊ അതിലൂടെയാണ് ഇപ്പൊ അടുത്ത പടത്തില് നമുക്ക് ഇന്ന ആൾ വയ്ക്കാം എന്നൊക്കെ തീരുമാനിക്കപ്പെടുന്ന ഒരു കൂട്ടായ്മ. പിന്നെ മദ്രാസിൽ സിനിമ ആയിരുന്നപ്പോഴുള്ള ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഈ പൂജ എന്ന് പറയുന്നത് പൂജ റെക്കോർഡിംഗ് ആണ്. അപ്പോൾ പൂജ റെക്കോർഡിംഗ് പിന്നെ ഷൂട്ടിംഗ് അല്ല, റെക്കോർഡിംഗ് ആണ് പൂജ ആയിട്ട് നടത്തുന്നത്. അപ്പൊ അതെ, അപ്പൊ അതിൽ ഈ ഗാനരചയിതാവും പിന്നെ സംഗീത സംവിധായകനുമാണ് അവിടുത്തെ ഹീറോമാര്. അപ്പൊ അവിടെ ബാക്കി ഈ പടത്തിൽ ആക്ട് ചെയ്യുന്ന ആളുകളും ഒക്കെ അവിടെ വരും. അപ്പൊ അങ്ങനെ പിന്നെ ഒരു ഈ നമുക്ക് പരസ്പരം ബന്ധപ്പെടാനും അറിയാനും പിന്നെ ഉള്ള അവസരങ്ങളുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പ്രിവ്യൂ എന്ന് പറയുന്ന ഈ പടം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നാട്ടിലേക്ക് പെട്ടി പോകുന്നതിന് മുമ്പ് അതിന്റെ തലേദിവസം അവിടെ ഒരു ഇൻഡസ്ട്രിക്ക് വേണ്ടി ഒരു ഫിലിം ഷോ ഉണ്ടാവും. പ്രവർത്തിച്ചവർക്ക്, ഫാമിലി എല്ലാം. അത് നമ്മളിപ്പോ പ്രവർത്തിച്ചവർ മാത്രമാകണമെന്നില്ല, ഇൻഡസ്ട്രിയിലുള്ള ഈ കണക്ഷൻസ് ഉള്ള എല്ലാവരും. അപ്പൊ അതും ഒരു കൂട്ടായ്മയായിരുന്നു. അങ്ങനെ ഈ പൂജയും, അതായത് തുടക്കവും, അതുപോലെ തന്നെ ഈ പടം റിലീസ് ചെയ്യുന്നതിന്റെ തലേ ദിവസവും ഈ 2 ആഹ്ലാദങ്ങൾക്കിടയ്ക്ക് ഉള്ള ഒരു ജീവിതം ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് പരസ്പരം
ബന്ധപ്പെടാനുള്ള അവസരങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പൊ അത്തരം അവസരങ്ങൾ ആ ഒരു സംസ്കാരം ഈ സിനിമയിൽ മൊത്തത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യമല്ല സാർ. പണ്ടെല്ലാം വരികൾക്ക് പ്രാധാന്യമായിരുന്നു. ആ വരികൾക്കനുസരിച്ചുള്ള നേർത്ത സംഗീതം കൊടുക്കുക എന്നുള്ളതായിരുന്നു പണ്ടത്തെ സിനിമാ ഗാനങ്ങളുടെ പ്രത്യേകത. പക്ഷെ ഇപ്പൊ വരികൾ കേൾക്കാൻ പാടില്ല എന്നുള്ളൊരു നിർബന്ധമുണ്ട് പലപ്പോഴും പല പാട്ടുകൾക്കും. അതിനപ്പുറമുള്ള ഒരു സംഗീതം, പ്രത്യേകിച്ചും എന്താ പറയണ്ടേ, വിദേശ സംഗീതോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു ബഹളമാണ് പലപ്പോഴും. അപ്പൊ വരികൾ എന്താന്ന് അറിയില്ല, ഓർക്കസ്ട്രയുടെ ഒരു ഭാഗം എന്നുള്ള മട്ടിൽ ഒരു പ്രകടനമായിട്ട് മാറി. അത് നമ്മുടെ അതിന് വേറൊരു ഇത് പറയുകയാണെങ്കിൽ ചിലപ്പോ നമ്മൾ എഴുതിയ പാട്ട് തന്നെ നമ്മൾ രണ്ടാമത് ഇത് കേട്ടിട്ട് എഴുതേണ്ട ഒരു അവസ്ഥ വന്നാലും നമുക്ക് തന്നെ ഇത് എന്താ വേണം നമുക്ക് മനസ്സിലാവില്ല ഒരു അവസ്ഥ. ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അതൊരു അപജയം തന്നെയല്ലേ ഈ ഒരു രാജ്യത്തിന്റെ. ഓണം കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഓണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സാറ് ഓണത്തിനെ കുറിച്ചുള്ള സാറിന്റെ ഓർമ്മകൾ എങ്ങനെയായിരുന്നു? സാറിന്റെ ഗ്രാമത്തില് ഓണം ആഘോഷിക്കുമായിരുന്നു? ഓണം ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ ഈ വലിയ വീട്ടില് ഈ സാധാരണ ഉള്ള വലിയ സദ്യ ഒന്നും ഉണ്ടാവില്ല. ഒരു ചെറിയ വീട്ടിൽ ഓണത്തിന് സദ്യ ഉണ്ടാക്കും. ഓണത്തിന് ഇതുണ്ടാകുമായിരുന്നു, പായസമൊക്കെ വയ്ക്കുമായിരുന്നു. പിന്നെ എന്റെ ഫാദർ വളരെ ഒരു മഞ്ഞക്കോടി വളരെ എല്ലാ ഓണത്തിനും, അത് എന്റെ ചെറുതിലേ മൂലം നമുക്ക് ഓർമ്മ വയ്ക്കുന്ന കാലം മൂലം ഞങ്ങൾക്ക് എല്ലാവർക്കും മഞ്ഞക്കോടി. അപ്പൊ അതാണ് ഈ ഓണത്തിന്റെ, എന്നെ സംബന്ധിച്ച് ഓണത്തിന്റെ നിറം എന്താണെന്ന് വെച്ചാൽ മഞ്ഞ. അതിപ്പോഴും ഓണത്തിന്റെ ആ ഒരു ഇതെന്ന് പറയുന്ന ഒരു മഞ്ഞ ഇത് തന്നെയാണ്, മഞ്ഞക്കോടി. പിന്നെ അതുപോലെ തന്നെ ഊഞ്ഞാല് നമ്മുടെ പറമ്പിൽ തന്നെ രാവിലെ അത് പുള്ളി തന്നെ നേതൃത്വം കൊടുത്തിട്ട് ഇട്ട് തരുമായിരുന്നു. അപ്പൊ അത് ഞങ്ങളെല്ലാവരും അങ്ങനെ ഓണത്തിന്റെ ഒരു ആഘോഷത്തിലായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഒരു വ്യത്യാസമില്ലായിരുന്നു, മതക്കാരുടെ എന്നുള്ള ഒരു വ്യത്യാസം ഇല്ലായിരുന്നു അല്ലേ? പിന്നെ പൂക്കളം ഇടില്ലായിരുന്നു. പക്ഷെ പൂക്കളം ഞാൻ ഇടുമായിരുന്നു. കാരണം നമ്മുടെ കൂട്ടുകാരോടൊക്കെ അടുത്ത് അവരോടൊപ്പം കൂടിയിട്ട് അവരുടെ വീട്ടിൽ പോയിട്ട് പൂക്കളം ഇടുമായിരുന്നു. ശരി, എന്തായാലും ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന പ്രേക്ഷകർ ഓരോരുത്തർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഉണ്ടാവും. സാറിന്റെ രചനകൾ ഇനിയും നമ്മുടെ ഗാന ലോകത്ത് വീണ്ടും വീണ്ടും ഉണ്ടാകട്ടെ. കാരണം എഴുതിയ വരികൾ 380ഓളം പാട്ടുകൾ എഴുതി അല്ലേ? ഓരോ അതില് കൂടുതലുണ്ട്. അതിനകത്ത് കൂടുതലും എല്ലാ പാട്ടുകളിൽ അധികവും മലയാളികളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന വരികളിലൂടെ സമ്പുഷ്ടമാണ്. തീർച്ചയായിട്ടും ശക്തമായൊരു തിരിച്ചുവരവ് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ട്, മലയാളികൾ ആഗ്രഹിക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഒരു കൂട്ടായ്മയിലൂടെ നല്ല നല്ല ചിത്രങ്ങളും നല്ല നല്ല പാട്ടുകളും മലയാളികൾക്ക് ലഭിക്കട്ടെ. അതിനുള്ളൊരു സാധ്യത ഉണ്ടാകട്ടെ. വളരെ സന്തോഷം.